ഹായ് ഓൾ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മലയാളമാണ്. നമ്മുടെ മലയാളം അറിയാലോ, 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. മലയാളം പൊതുവെ ഏത് എക്സാമിനാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ടൈപ്പിസ്റ്റ് അല്ല, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, അത് കൂടാതെ LDC പോലെയോ അല്ലെങ്കിൽ LGSോ ഡിഗ്രി പ്രിലിംസ്, ഇതിനൊക്കെ എന്താണ് മലയാളം മിക്കവാറും കോമൺ ആയിട്ട് ഉള്ള സിലബസ് തന്നെയാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ കുറച്ച് പര്യായ പദങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിനു മുമ്പും മലയാളത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ടൈപ്പിസ്റ്റിൻ്റെ അണ്ടറിൽ പ്ലേലിസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറിയിട്ട് നോക്കുക, എന്നിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് പര്യായപദം എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഒരു പദത്തിൻ്റെ അതേ അർത്ഥത്തിലുള്ള മറ്റു പദങ്ങളാണ് പര്യായപദങ്ങൾ. അതറിയാലോ. ഒരു പദം അർത്ഥമായി വരുന്ന വ്യത്യസ്ത പദങ്ങളാണിത്. PSC നടത്തുന്ന എല്ലാ പരീക്ഷകളിലും എന്താണ് പര്യായപദങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പര്യായപദം ഏത്, പര്യായപദം അല്ലാത്തത് ഏത് എന്ന മാതൃകയിലാണ് ചോദ്യങ്ങൾ പൊതുവെയൊക്കെ വരാറുള്ളത്. അപ്പം നമുക്ക് ഉദാഹരണങ്ങളായിട്ടുള്ള ഇത് നോക്കാം. സീത, സീത, ജാനകി, മൈഥിലി, വൈദേഹി. ഇതാണ് സീതയുടെ പര്യായപദം. സീത, ജാനകി, മൈഥിലി, വൈദേഹി. കണ്ണ്, നയനം, ലോചനം, ഈഷണം. കണ്ണ്, നയനം, ലോചനം, ഈഷണം. അപ്പം നമുക്ക് ഷായൊക്കെ മാറ്റി തന്നാലും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊക്കെ അവർ തന്നെന്ന് ഇരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. മാന്, ഏണം, മാന്, ഏണം, ഏണാങ്കം, സാരംഗം. അപ്പോൾ ഗം ഗം വരുന്നതെല്ലാം എന്താണ് മാനാണ്. ഏണം, ഏണാങ്കം, സാരംഗം. ഇത് മൂന്നും മാനിൻ്റെ പര്യായ പദങ്ങളാണ്. പൂജ, അർച്ചന, സബര്യ, യജനം. പൂജ, അർച്ചന, സബര്യ, യജനം. തോണി, തോണിയുടെ പര്യായപദം വഞ്ചി, വള്ളം, നൗക. ഇത് മൂന്നും എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. തോണി, വഞ്ചി, വള്ളം, നൗക. അടുത്തത് ചിന്തയാണ്. ചിന്ത, വിചാരം, സ്മൃതി, മനനം. മനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്ത തന്നെയാണ്. ചിന്ത, വിചാരം, സ്മൃതി, മനനം. അടുത്തത് ക്ഷമ, ശാന്തം, ശാന്തി, സഹിത്രം. ക്ഷമ, ശാന്തം, ശാന്തി, സഹിത്രം. അപ്പം ശാന്തം എന്ന് പറഞ്ഞാൽ ശാന്തി എന്താണ്? ക്ഷമ തന്നെയാണ്. സഹിത്രവും ക്ഷമ തന്നെയാണ്. കീർത്തി, യശസ്, പ്രസിദ്ധി, ഖ്യാതി. കീർത്തി എന്ന് പറഞ്ഞാൽ യശസ്, പ്രസിദ്ധി, ഖ്യാതി. ഇത് മൂന്നും കീർത്തിയുടെ പര്യായപദമാണ്. കര, തീരം, കുലം, കച്ചം. അപ്പം കര, തീരം, കുലം, കച്ചം. കച്ചം എന്നൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതാണ് വേർഡ് എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കാൻ പാടില്ല. ഇങ്ങനത്തെ വേർഡ് വന്ന് ഉറപ്പായിട്ടും ചിന്തിക്കുക. കര, തീരം, കുലം, കച്ചം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. കാണാപ്പാഠം പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇടയ്ക്കൊന്ന് വീഡിയോ എടുത്ത് കേൾക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കാൻ താല്പര്യമുള്ളവർ എഴുതി വെക്കുകയോ ചെയ്ത് പഠിക്കാവുന്നതാണ്. അസ്ഥി, എല്ല്, കീകസം, എലുമ്പ്. അസ്ഥി, എല്ല്, കീകസം, എലുമ്പ്. ഇലഞ്ഞി, ഇലഞ്ഞി, കേസരം, വിശാരദം, അംശു. ഇലഞ്ഞി എന്ന് പറഞ്ഞാൽ കേസരം, വിശാരദം, അംശു. രശ്മി, രശ്മി, കിരണം, കതിര്, അംശു. ഇപ്പോൾ ഇവിടെ രശ്മിക്കും ഇലഞ്ഞിക്കും അംശു തന്നെ രണ്ടും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സംശയമുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അടുത്ത നോക്കാം. തേൻ, മധുലി, മധു, മരന്തം. അപ്പം തേന് മധു എന്ന് കേട്ടിട്ടുണ്ടാവും. മധുലി മരന്തോ ആയിരിക്കും ഒരു സംശയമായിട്ട് നിൽക്കുന്നത്. അപ്പം മധുലി മരന്തോ എന്താണ്? തേനിൻ്റെ തന്നെ പര്യായമാണ്. മണത്തിട്ട, മണത്തിട്ട എന്ന് പറഞ്ഞാൽ പുളിനം, സൈകതം. മണത്തിട്ട, പുളിനം, സൈകതം. കാക്ക, വായസം, ബലിഫുക്ക്, കരടം. അപ്പോൾ കാക്കയ്ക്ക് വായസും ബലിഫുക്കും കേട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു സംശയമുള്ള വാക്ക് കരടമാണ്. കരടിയല്ല, കരടമാണ്. കരടം, കരടം എന്ന് പറഞ്ഞാലും എന്താണ്? കാക്കയാണ്. കരടം. വിളക്ക്, പ്രദീപം, ദീപം. വിളക്ക്, പ്രദീപം, ദീപം, അഗ്നിശിഖം. വിളക്ക്,
പ്രദീപം, ദീപം, അഗ്നിശിഖം. ഇത് മൂന്നും എന്താണ്? വിളക്കിൻ്റെ പര്യായപദമാണ്. മിന്നൽ. മിന്നൽ എന്ന് പറഞ്ഞാൽ ഐരാവതി. ഐരാവതി, തടില്ലത, വിദ്യുത്. വിദ്യുത് എന്ന് കേട്ടിട്ടുണ്ടാവും. പിന്നെ ഐരാവതി, ഐരാവതം കേട്ടിട്ടുണ്ടാവും. ഐരാവതി ചിലരൊക്കെ ഒരു സംശയത്തോടെ നിന്നിട്ടുണ്ടാവും. ഐരാവതി, തടില്ലത. തടില്ലത അത് മൂന്നും എന്താണ്? മിന്നലിൻ്റെ വാക്കാണ്, പര്യായപദമാണ്. പേര്. പേര് ആഖ്യ, സംജ്ഞ, നാമം, അഭിധാനം, അഹ്വയം. പേര്, ആഖ്യ, സംജ്ഞ, നാമം, അഭിധാനം, അഹ്വയം. അഹ്വയം ഇതെല്ലാം എന്താണ്? പേരിൻ്റെ പര്യായപദമാണ്. അമ്പ്, ശരം, ബാണം, അസ്ത്രം. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അമ്പ്, ശരം, ബാണം, അസ്ത്രമൊക്കെ. പിന്നെ ശാരിക, കിളി, കീരം, ശുകം. ഇതും അറിയാവുന്നതാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ശാരിക, കിളി, കീരം, ശുകം. വൃഷം, പാദപം, ശാഖി, വിടപി. ശാഖി, വിടപി, പാദപം. എന്താണ്? വൃക്ഷത്തിൻ്റെ പര്യായപദമാണ്. വൃക്ഷം, പാദപം, ശാഖി, വിടപി. വിടപി. യാത്ര. യാത്രയുടെ പര്യായപദം യാനം, ഗമനം, അയനം. യാനം, ഗമനം, അയനം. യാത്രയുടെ പര്യായപദമാണ് യാനം, ഗമനം, അയനം. മയിൽ. മയിലിൻ്റെ പര്യായപദമാണ് കേകി, മയൂരം, ബർഹി. അപ്പോൾ ഈ കേകിയും മയൂരവും കേട്ടിട്ടുണ്ടാകണം. പിന്നെ ഈ ബർഹിയാണ് ഒരു സംശയം ആയിട്ട് നമുക്ക് തോന്നുന്നത്. ബർഹി എന്ന് പറഞ്ഞാൽ എന്താണ്? മയിലാണ്. ബർഹി. അപ്പോൾ ബർഹി എന്നൊന്നും നോക്കിയേക്കരുത്. ബർഹിയാണ്, ഹായാണ്. ശ്രദ്ധിക്കുക. മയിൽ, കേകി, മയൂരം, ബർഹി. ഇത് മൂന്നും മയിലിൻ്റെ പര്യായപദമാണ്. അപ്പം നമ്മൾ കുറേശ്ശെ വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ 10 ക്വസ്റ്റ്യനാണ് പഠിക്കുന്നത് എങ്കിലും എഴുതിയത് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത്. ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ചെറിയ വീഡിയോ ഇടുന്നത് അതിനാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച് പോകാം. പ്രത്യേകിച്ച് ഒരു റിവിഷൻ്റെ പോലും ആവശ്യം വരില്ല.